ഹലോ, ഹെൽസിങ്കിയിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷിപ്പ് ഇറങ്ങി നേരെ സെൻറ്ററത്തേക്കാണ് പോയത്. സെനേറ്റ് സ്ക്വയർ ടെർമിനലിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് അങ്ങോട്ടേക്ക് ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് ഉസ്പെൻസ്കി കത്തീഡ്രൽ. ഇത് ഫിൻലാൻഡിലെ മെയിൻ ആയിട്ടുള്ളൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചാണിത്. നോർത്ത് ആൻഡ് വെസ്റ്റേൺ യൂറോപ്പിലെ ലാർജസ്റ്റ് ഓർത്തഡോക്സ് ചർച്ചാണിത്. ഹെൽസിങ്കിയിലെ സിറ്റി സെൻറ്ററാണ് സെനേറ്റ് സ്ക്വയർ. ഇവിടെയാണ് ഓൾഡ് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരു സിറ്റി സെൻറ്റർ എടുത്താലും അവിടെ ഒരു കത്തീഡ്രൽ ഉണ്ടാകും, കൂടാതെ ഒരു സ്റ്റാച്യു ഉണ്ടാകും. ഹെൽസിങ്കിയിലെ സെനേറ്റ് സ്ക്വയറിൻ്റെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്നതൊക്കെ ഹെൽസിങ്കിയിലെ ഓൾഡസ്റ്റ് ടൗൺഷിപ്പാണ്. ഇവിടെ കാണുന്ന സ്റ്റാച്യു അലക്സാണ്ടർ രണ്ടാമൻ്റെ സ്റ്റാച്യു ആണ്. നമ്മൾ പോയത് ക്രിസ്മസ് ടൈമിലായതുകൊണ്ട് ഈ സ്ക്വയറിൽ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ക്രിസ്മസ് മാർക്കറ്റിലെ ഓരോ സ്റ്റാളുകളാണ്. സെനേറ്റ് സ്ക്വയറിലാണ് ഹെൽസിങ്കി കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന സെൻറ്റ് നിക്കോളാസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു സ്പെഷ്യൽ ആർക്കിടെക്ചറാണ്. 1800-കളിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇത് ഹെൽസിങ്കിയിലെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ലാൻഡ്മാർക്കാണ്. ഹാർട്ട് ഓഫ് ദ ഹെൽസിങ്കി എന്നാണ് സെനേറ്റ് സ്ക്വയർ അറിയപ്പെടുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫിൻലാൻഡിലെ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. 1845 പ്രവർത്തനം ആരംഭിച്ച ഈ ലൈബ്രറി ഫിൻലാൻഡിലെ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ലൈബ്രറിയാണ്. ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയുടെ പാർട്ടുകൂടെയാണ് ഈ ലൈബ്രറി. ഇതിൻ്റെ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. സെനേറ്റ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അട്രാക്ഷനാണ് സിറ്റി മ്യൂസിയം. ഇത് ഹെൽസിങ്കിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഹൗസാണ്. 1757-ലാണ് ഇത് പൂർത്തീകരിക്കുന്നത്. സിറ്റി മ്യൂസിയത്തിൽ കുട്ടികൾക്കായിട്ടൊരു സ്പെഷ്യൽ ഏരിയ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ചിൽഡ്രൻസ് ടൗൺ. ഇവിടെ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഫിൻലാൻഡിലെ കൾച്ചറുകളും ഒക്കെ പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം പാർലമെൻറ്റ് ഹൗസാണ്. ക്യാപിറ്റൽ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഹൗസ് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ യാത്രയൊക്കെ എന്തർത്ഥമാണുള്ളത്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഹെൽസിങ്കി സെൻട്രൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഹെൽസിങ്കിയിലെ റെയിൽവേ സ്റ്റേഷൻ. 1862-ലാണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ ഈ ബിൽഡിംഗ് റീബിൽഡ് ചെയ്തത് 1919-ലാണ്. സെൻട്രൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സിറ്റി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ പ്രധാന ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്.
ഇതാണ് ഫിൻലാൻഡിലെ പാർലമെൻറ്റ് ഹൗസ്. 1931 മാർച്ച് 7-നാണ് 6 നിലകളുള്ള ഈ പാർലമെൻറ്റ് ഹൗസ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. പാർലമെൻറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഹെൽസിങ്കിയിലെ സിറ്റി ലൈബ്രറിയായ ഊഡി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഹെൽസിങ്കിയിലെ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം. 1913 റഷ്യൻ സ്പീക്കിംഗ് കേഡറ്റ് സ്കൂളായിട്ടാണ് ഈ ബിൽഡിംഗ് ആരംഭിക്കുന്നത്. പിന്നീട് 1923 ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി ഏറ്റെടുക്കുകയും സൂളോജിക്കൽ മ്യൂസിയമായി മാറ്റുകയും ചെയ്തു. ഹെൽസിങ്കിയിലെ മറ്റൊരു അട്രാക്ഷനാണ് റോക്ക് ചർച്ച് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദ റോക്ക്. ടെംപ്ലിക്യൂ ചർച്ച് എന്നറിയപ്പെടുന്ന ഈ ചർച്ച് ഒരു സോളിഡ് റോക്കിലാണ് ഡയറക്റ്റായിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ടൈമിലാണ് നമ്മുടെ ഈ യാത്ര. അതുകൊണ്ട് ആകെ മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഈ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ഇങ്ങനത്തെ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചു. ഹെൽസിങ്കിയിൽ വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൈറ്റാണ് മാർക്കറ്റ് ഹാൾ, ഓൾഡ് മാർക്കറ്റ് ഹാൾ. അവിടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അവിടെ തന്നെയാണ് പ്രസിഡൻറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഹെൽസിങ്കിയിലെ പ്രസിഡൻറ്റ് ഹൗസ്. ഇതിൻ്റെ സമീപത്തായിട്ടാണ് മാർക്കറ്റ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഓപ്പൺ മാർക്കറ്റ് ഏരിയയാണ്. മാർക്കറ്റ് സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഹെൽസിങ്കിയിലെ ഓൾഡസ്റ്റ് മാർക്കറ്റ് ഹാളാണ് ഓൾഡ് മാർക്കറ്റ് ഹാൾ. 1889 ഇത് ആരംഭിക്കുന്നത്. സീ ഫുഡിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് ഈ ഓൾഡ് മാർക്കറ്റ് ഹാൾ. ഇത് ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. അങ്ങനെ ഹെൽസിങ്കിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കുറേ നല്ല ഓർമ്മകൾ നൽകിയാണ് 2025 കടന്നു പോകുന്നത്. ഇനിയും പുതിയ പുതിയ യാത്രകളും പുതിയ പുതിയ രാജ്യത്തെ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും എവർക്കും ബൈ.